കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിനിടെയുള്ള KSU-SFI സംഘർഷത്തിന് അയവില്ല. ബി സോൺ കലോത്സവത്തിനിടെ കോഴിക്കോട് പുളിയാവ് കോളേജിലുണ്ടായ സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘർഷത്തിൽ അറസ്റ്റിലായ KSU നേതാക്കൾ സ്ഥിരം കുറ്റവാളികളെന്ന് പോലീസ് അറിയിച്ചു. ബി സോൺ കലോത്സവത്തിനിടെ കോഴിക്കോട് പുളിയാവ് കോളേജിൽ രാത്രി 12 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. നാടകം അവസാനിക്കുന്നതിന് മുമ്പ് കർട്ടൻ താഴ്ത്തിയതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ഗുരുവായൂരപ്പൻ കോളേജിലെയും ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. തുടർന്ന് പോലീസ് ഇടപെട്ട് കലാപരിപാടികൾ നിർത്തിവെപ്പിച്ചു. സംഘർഷത്തിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തി. അത് നമ്മൾക്ക് ഒഴിവാക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കലയുടെയൊക്കെ വേദികൾ ഇഴയെടുപ്പുള്ള മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കൂടിയുള്ള വേദികളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വന്യവാസനകളും മൃഗീയമായ ചോദനകളൊക്കെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള വേദികളായിട്ടാണ് അവ പ്രയോജനപ്പെടേണ്ടത്. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യകരമായിട്ടുള്ള 1-2 സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സമീപനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം കേരളത്തിൻ്റെ കലോത്സവ വേദികൾ ഏറ്റവും മാതൃകാപരമായിട്ട് തന്നെ സംഘടിപ്പിക്കപ്പെടുന്ന വേദികളാണ്. മാളയിൽ ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU പ്രവർത്തകനായ ഷാജിയെ കമ്പി വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചതിനും സ്റ്റേജിൽ കയറി സർവകലാശാല ചെയർപേഴ്സൺ നിത ഫാത്തിമയെ തള്ളിയിട്ടതിനുമാണ് കേസ്. നേരത്തെ അറസ്റ്റിലായ KSU നേതാക്കൾ സ്ഥിരം കുറ്റവാളികളെന്ന് പോലീസ്. വധശ്രമവും ഭവനവേദനവും ഉൾപ്പെടെ 18 കേസുകളാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ പേരിലുള്ളത്. 5-ാം പ്രതി സച്ചിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 7 കേസുകളുണ്ട്. 6-ാം പ്രതി സുദേവ് 4 കേസുകളിലെ പ്രതിയാണ്. 24 തൃശൂർ.